ജീസസ് സിഇഒയിലേക്ക് എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കേരളത്തിന്റെ വിവരസാങ്കേതിക വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശ്രീ PH കുര്യൻ IAS ആണ്. അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ജീസസ് സിഇഒയിലേക്ക് സ്വാഗതം. സാറിന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എൻ്റെ ഭാര്യ ഉഷ കുര്യനാണ്. ഞങ്ങൾക്ക് 2 ആൺമക്കളാണ് ദൈവം തന്നിട്ടുള്ളത്. മൂത്തയാൾ ഇപ്പോൾ ബിടെക്കും എംടെക്കും കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു ബോംബെയിൽ ജോലി ചെയ്യായിരുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ ഇപ്പോൾ സ്ട്രാറ്റജി പ്ലാനിങ്ങിലെ ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോന് MBBS കഴിഞ്ഞ് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കോച്ചിങ്ങിലാണ്. മൂത്ത മോൻ്റെ പേര് ഗോഡ്ലി ഹാബേൽ കുര്യൻ എന്നാണ്. രണ്ടാമത്തെ മോൻ്റെ പേര് ഹെൻറി സക്കറിയ കുര്യൻ എന്നാണ്. സാറിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച്, സാർ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ വളരെ തിരക്കുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ മാഡത്തിൻ്റെ സപ്പോർട്ട് എന്തുമാത്രം സഹായമാകുന്നുണ്ട്? അതിപ്പോൾ മാഡത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കെമിക്കൽ എഞ്ചിനീയറാണ് ആൾ. പാസ്സായി അധികം താമസിയാതെ ഞാൻ കല്യാണം കഴിച്ച് ഞങ്ങൾ ഒറീസയ്ക്ക് പോയാണ്. ഇപ്പോൾ ഒറീസയിലെ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ള പുതിയൊരു സ്ഥലത്തേക്ക് എന്ന് അവിടെയാണ് ഞങ്ങളുടെ കുടുംബജീവിതം തുടങ്ങിയത്. അപ്പോൾ അവിടെ ഞാൻ ഈ ജോലിയിലിരിക്കുന്ന സമയത്ത് പല ദിവസവും വളരെ രാവിലെ തന്നെ പോവുക, എന്നെ സൂക്ഷിക്കുക, എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നു വിടുക. പിന്നെ ഞങ്ങളുടെ കുട്ടികൾ തമ്മിൽ ഒരു 15-16 മാസത്തിൻ്റെ സ്പേസിങ്ങേ ഉള്ളൂ. ആ 2 കുട്ടികളെ നോക്കി എന്നെ നോക്കി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരികയും ചെയ്യുന്നെല്ലാം ഉഷ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ പിന്നെ മൂത്ത മോനുണ്ടായിരുന്നപ്പോഴും രണ്ടാമത്തെ കുട്ടിയെ അവൾ പിന്നെ കൺസെപ്ഷനിൽ ആയിരുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ട് എനിക്കും അറിയാം. പക്ഷേ ആ പീരീഡൊക്കെ കലാണ്ടിയെ ഞാൻ ചെയ്യുന്ന ജോലിയുള്ള സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ധാരാളം അവർക്കിടെ ഇടയ്ക്ക് പ്രവർത്തിക്കാൻ പോകേണ്ടി വന്നു. വീടിൻ്റെ കാര്യത്തിലൊന്നും നോക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലത്തെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിൽ, പ്രത്യേകിച്ച് മൂത്തൊരു കുട്ടിയും ഗർഭിണിയായിരുന്ന കാലത്തൊക്കെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒത്തിരി ദിവസം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോകുമ്പോൾ അത് ദൈവത്തിൽ ശരണപ്പെടുകയല്ലാതെ ഒരു മാർഗ്ഗമില്ല. അതൊക്കെ അവൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അവിടുത്തെ പ്രത്യേക അവസ്ഥയിൽ അവിടുത്തെ ആളുകളോട് ജോലി ചെയ്യുന്നതിൽ നമ്മളുടെ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് വൈഫ് സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ അത്രയും ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൈഫ് ആ സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ അവിടെയൊക്കെ അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരമേ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എന്നെക്കാളും വലിയ ഒരു ദൈവവിശ്വാസിയാണ് ഉഷ. സർവ്വസമയവും പ്രാർത്ഥനയും അങ്ങനെ ദൈവത്തിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ കർമ്മമാർഗത്തിൽ കൂടിയാണ് ദൈവത്തെ കാണുന്നത്. അവളെ ഭക്തിയിൽ കൂടിയും അതുപോലെ വീട്ടിലെ ഇതും പിള്ളേരെ വളർത്തുന്നതിൽ കൂടിയും ദൈവത്തെ കാണുന്നു. അങ്ങനെ ഞങ്ങളൊരു വലിയ കുഴപ്പമില്ലാത്തൊരു കുടുംബമായിട്ട് ജീവിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. മാഡം, സാർ ഇപ്പോൾ പറഞ്ഞു സാറിൻ്റെ വിജയത്തിന് പിന്നിൽ മാഡത്തിൻ്റെ പങ്ക് വലുതാണെന്ന്. അപ്പം ഈ വിജയിച്ച് നിൽക്കുന്ന PH കുര്യൻ എന്ന IAS-കാരനെ മാഡം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ സത്യസന്ധനും കൃത്യനിഷ്ഠയുള്ള ആളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ വളരെ കൃത്യനിഷ്ഠയുണ്ട്. എല്ലാ കാര്യങ്ങളും സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അറിയപ്പെടുന്നത്. വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഓക്കെ, എങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. PH കുര്യൻ എന്ന വ്യക്തിയെ ഭർത്താവായി കിട്ടിയതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ദൈവത്തിനോട് എന്ന് തോന്നുന്ന എന്ത് ക്വാളിറ്റിയാണ് സാറിനുള്ളത്? പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്ഥിതി, എന്ത് ആവശ്യം കൊണ്ട് വന്നാലും അദ്ദേഹം നിയമപരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നതായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. ഇനി നേരത്തെ ഞാൻ PH കുര്യൻ എന്ന IAS-കാരനെ വിലയിരുത്താനാണ് പറഞ്ഞത്. ഇനി PH കുര്യൻ എന്ന ഭർത്താവിനെ, അച്ഛനെ എങ്ങനെയൊന്ന് വിലയിരുത്താൻ പറ്റും? ഭർത്താവ് എന്ന നിലയിൽ, അച്ഛൻ എന്ന നിലയിലും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സമീപനമാണ്. മക്കളുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ കൂടുതലും ചെയ്യുമെങ്കിലും അദ്ദേഹം ഫൈനലായിട്ടുള്ള ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹമാണ് എടുത്തിരിക്കുന്നത്.
അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് ഞങ്ങളുടെ ഇതുവരെയും ദൈവകൃപയാൽ. ഈ തിരക്കുകൾക്കിടയിലും വളരെ സക്സസ്ഫുള്ളായ ഒരു ഫാമിലി ലൈഫാണ് നയിക്കുന്നതെന്ന് മാഡം പറഞ്ഞു. ഇന്നുള്ള പല കുടുംബങ്ങളുടെയും പ്രശ്നം ജീവിത പങ്കാളി കൂടുതൽ സമയം ജോലിയിൽ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലിയിൽ വ്യാപൃതനാകുന്നു, കുടുംബത്തോടൊപ്പം കുറച്ച് സമയമേ ചിലവഴിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള പരാതികൾ പറയുന്ന ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. മാഡത്തിൻ്റെ ഭർത്താവ് വളരെ തിരക്കുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ പരാതി പറയുന്നവരോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? പലപ്പോഴും വെറുതെ ഇരിക്കുന്നതാണ് അവരെ ഇങ്ങനെയുള്ള ചിന്തകളിൽ ആകുലരാക്കുന്നത്. അപ്പോൾ അവരുടെ ടൈം ഇങ്ങനെ മനസ്സിന് സന്തോഷം തരുന്ന മറ്റു കാര്യങ്ങളിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ദുഃഖം അവർക്കുണ്ടാകുകയില്ല. മാഡം ഇങ്ങനെയുള്ള ഹോബീസിലൊക്കെയാണ്. അതെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി 12 പേരെ തിരഞ്ഞെടുത്തു, അവരെ പരിശീലിപ്പിച്ചു. ആ വ്യക്തികൾ ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ചു. സാർ ഇന്നൊരു മേലുദ്യോഗസ്ഥനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സാറിൻ്റെ കീഴിൽ ഒത്തിരി പേര് ജോലി ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെയുള്ളവരെ സാർ എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത്? അല്ല, അതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഭീതിയുടെ അന്തരീക്ഷമില്ല. ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ നല്ല സഹപ്രവർത്തകരായിട്ട് കാണുന്നു. അവരെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ ആശയങ്ങളുണ്ട്. ഒരു ലീഡർ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ MD ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്രട്ടറി ആയിരിക്കുമ്പോഴോ നമ്മുടെ കീഴ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ ധാരാളമുണ്ട് ഗവൺമെൻറ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കുറച്ച് ആശയങ്ങളും നമുക്ക് ഇതിൻ്റെ രീതിയിലേക്ക് അവരെ മാറ്റേണ്ടതുണ്ട്. അതാണല്ലോ ഒരു ലീഡർ ആദ്യം ചെയ്യുക. അവരുടെ ആഗ്രഹപ്രകാരം വിടാതെ നമുക്ക് പൊതുവായിട്ട് ഇപ്പം നമ്മുടെ പോലത്തെ ജോലിയിൽ ഗവൺമെൻറ് ജോലിയിലാകുമ്പോൾ പബ്ലിക്കിൻ്റെ പ്രയോജനപ്രദമായ കാര്യങ്ങളിലേക്ക് അവരെ നയിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും മാനസികമായിട്ട് വ്യതിചലനം ഉണ്ടോയെങ്കിൽ അത് കണ്ടുപിടിച്ച് അവരെ അതിനകത്തേക്ക് മാറ്റാൻ സാധിക്കുക. ഞാനെപ്പോഴും പറഞ്ഞത് നമ്മൾ ഔദ്യോഗിക ജീവിതത്തിൽ ഞാനും ഇപ്പോൾ കാണുന്നതാണ്. നമ്മളുടെ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കണ്ടാൽ നമുക്ക് അതുപോലെ ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാകും. ഞാൻ എൻ്റെ കുടുംബ കാര്യങ്ങൾ പോലും ഉപേക്ഷിച്ച് പബ്ലിക് കാര്യങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങൾ എൻ്റെ താഴെയുള്ളവർ കാണാറുണ്ട്. അതിൽ പലരും അതുപോലെ കൂടുതൽ സമയം എൻ്റെ അടുത്ത് ചിലവാക്കിയിട്ടുണ്ട്. 2 മണി 3 മണി വരെയൊക്കെ രാത്രിക്ക് ഇരുന്ന് ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സീനിയേഴ്സ് എന്നെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ്ങിന് ചെന്ന കളക്ടർ തന്നെയാണ് പിന്നീടും എൻ്റെ കളക്ടറായിട്ട് ഞാൻ സബ് കളക്ടർ. അദ്ദേഹം എനിക്കെല്ലാവരും വലിയ റോൾ മോഡലാണ്. വളരെ വർക്കോളിക്കുള്ള ആൾ. ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റൈല്. ഇൻഫാക്റ്റ് ആ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഒറിയക്കാരനാണ്, അരവിന്ദ് ബെഹ്റ. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം പഠിച്ചത്. അതുപോലെ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ ഒത്തിരി എന്നിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ ചെയ്യുന്ന ആ രീതിയിൽ അവരും അതിനോട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത് നീ എൻ്റെ കൂടെ വാ, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാകും. അപ്പോൾ അങ്ങനത്തെ ഉള്ള രീതി വെച്ചൊന്നുമല്ല, നമ്മൾ അങ്ങനത്തെ ഒരു ചിന്തയല്ല. പക്ഷെ ഒരു ലീഡർ ആയിരുന്നു ക്രിസ്തു. കൂടുതലുള്ള ശിഷ്യന്മാരെ അത് ഫോളോ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതുപോലെ നമ്മൾ പ്രവർത്തിച്ചാൽ അതുപോലെ ചെയ്യും. നമ്മൾ തെറ്റ് കാണിച്ചാൽ അവരും ആ തെറ്റുവഴിക്ക് പോകാൻ സാധ്യതയുണ്ട്, അതിന് സംശയമില്ല. സാറ് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, എല്ലാം ഒരു സതുദ്ദേശത്തോടെ അല്ലെങ്കിൽ നല്ലതായി സംഭവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് സാർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒപ്പം സാറിൻ്റെ ഭാര്യയും പറഞ്ഞു എല്ലാവരെയും സഹായിക്കാനാണ് സാറിന് താല്പര്യമെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്? അല്ല, എനിക്ക് അങ്ങനെ ഒരു വലിയ തീവ്രമായിട്ടുള്ളൊരു പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. 2 ചെറിയ പ്രശ്നം ഉണ്ടായെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മേലുള്ള രാഷ്ട്രീയ മന്ത്രിമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊന്നും എനിക്കൊരു കാര്യമായ പ്രശ്നം ഇന്നവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം, അത് പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയോ ഒരു വലിയ ഇതായിട്ടോ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ അതിനകത്ത് ഒരു കാര്യമുണ്ട്. അത് ഞാൻ സർവീസിൽ കയറിയ സമയത്ത് ആദ്യം ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സ്ഥലത്ത് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണത്. ഡിസ്രായേലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പവർ ഈസ് നത്തിങ് ബട്ട് റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫേർഡ് ടു യു ടു ബി ട്രാൻസ്ഫേർഡ് ടു സംബഡി എൽസ്. അധികാരത്തെ അപ്പോൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ അങ്ങനത്തെയുള്ള തീരുമാനം എടുക്കുക. നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നു, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു എന്ന് ഭാവിച്ചത്രം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഉത്കണ്ഠയില്ല. പിന്നെ പല ഉദ്യോഗസ്ഥന്മാർക്കും പറ്റുപോലെ വലിയ വിജിലൻസ് എൻക്വയറിയോ ആരോപണമോ സസ്പെൻഷനോ ഒന്നും ഇന്നവരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടില്ല. അതൊരു വലിയ ദൈവഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു.
അങ്ങനെ ഒരു സസ്പെൻഷൻ്റെ പേടി പോലും എനിക്ക് വന്നിട്ടില്ല. ഇനി വരാൻ മേലുന്നില്ല, 4 വർഷം കൊണ്ട് സർവീസ് ഉണ്ടായാലും വരാൻ മേലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവകൃപയാൽ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് ഇനി അത് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നല്ല വിശ്വാസത്തോടെ നേരിടും. പലരും പറയാറുണ്ട്, പല മേഖലയിൽ ഉള്ളവർ പറയാറുണ്ട്, നമ്മുടെ ജോലിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പൂർണ്ണമായ സംതൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹമാണ്. സാർ ഇന്ന് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇരിക്കുകയാണ്. സാർ നല്ലൊരു പൊസിഷനിലാണ്. സാറിനെ മുന്നോട്ട് നയിക്കുന്നത്, സാറ് പറഞ്ഞു ഇനി സർവീസ് കുറച്ച് ബാക്കിയുണ്ട്, ഇനിയും കുറച്ച് കാര്യങ്ങൾ. എന്താണ് ഇനി സാറിൻ്റെ ലക്ഷ്യങ്ങൾ, സാറിൻ്റെ ആ ജീവിത വീക്ഷണം, ഇനി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഈ വ്യവസായവും ആയിട്ട് ബന്ധപ്പെട്ട ജോലി തന്നെയാണ് ഞാൻ ചെയ്തത്. കളക്ടറിന് ശേഷം കേരളത്തിൽ ലേബർ കമ്മീഷണറായിരുന്നു, കേരള ഫൈനാൻസ് കോർപ്പറേഷൻ്റെ MD ആയിരുന്നു, KSIDC MD ആയിരുന്നു, വ്യവസായ ഡയറക്ടറായിരുന്നു, വ്യവസായ സെക്രട്ടറി ആയിരുന്നു, കമ്പനികളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ MD ആയിരുന്നു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലും വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഈ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് അങ്ങനത്തെ ജോലിയാണ് ഞാൻ സർവീസിൻ്റെ ഒരു 3/4 ഭാഗവും അതാണ് ചെയ്തത്. അപ്പോൾ അവിടെ എനിക്ക് ചെയ്യേണ്ട 2-3 കാര്യങ്ങളാണ്. നമുക്ക് എൻ്റെ പൊതു സേവനം എന്ന് പറയുന്നത്, ഒന്ന് ജോലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സംരംഭകത്വം വളർത്തുക, ജോലി ക്രിയേറ്റ് ചെയ്യുക, പുതിയ മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുപോവുക. അത് ജാതിമത ഭേദമന്യേ റിച്ചും പൂർവ്വം ഒന്നും ഇല്ലാതെ എല്ലാവരെയും നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാനുള്ളൊരു തിങ്കിങ് ഉണ്ട്. അല്ലാതെ വ്യവസായം എന്ന് പറയുന്നത് റിച്ചായിട്ടുള്ള ആളുകൾക്കും റിച്ചായിട്ടുള്ളവരുടെ കമ്പനികൾക്കും മാത്രമല്ല, സാധാരണക്കാരനും വ്യവസായികളാക്കാം, അവരെ വളർത്താം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇനിയുമുള്ള സമയങ്ങളിലും അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്കൊരു തോന്നൽ. പിന്നെ ഇപ്പോൾ വേറെ പല പല മേഖലകൾ നമുക്ക് കിട്ടും. എനിക്കിനി 4 വർഷത്തോളം സർവീസ് ഉള്ളെങ്കിലും മറ്റു വകുപ്പിലേക്ക് മാറാം. അങ്ങനെ ഇരിക്കുമ്പോഴും സാധാരണക്കാരൻ്റെ സേവനം, പബ്ലിക്കിൻ്റെ സേവനം എന്ന് പറയുന്നത് നമുക്ക് ഏത് മേഖലയിലും ചെയ്യാം. അപ്പോൾ അത് ഇനിയുള്ള സമയം ഇന്നേ വരെ ചെയ്ത അതേ ആ ഇൻറ്റൻസിറ്റിയിൽ, അതേ തീവ്രതയിൽ, അതേ മനസാന്നിധ്യത്തോടെ, അതേ നീതിബോധത്തോടെ ഇനിയും ചെയ്യണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും പിന്നെയും നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആരോഗ്യവും ഒക്കെ ദൈവം തരികയാണെങ്കിൽ, അതിനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ വീണ്ടും അതുപോലെ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ ബാല്യകാലം മുതലേ കർമ്മനിരതനായിട്ടിരുന്ന ഒരാളാണ്. അത് ജീവിതത്തിൻ്റെ ആദ്യം വരെയും കർമ്മനിരതനായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ഒരു ബാക്കി ജീവിതം കൂടെ തരണമെന്ന് ദൈവത്തോട് എനിക്ക് എപ്പോഴും പ്രാർത്ഥനയുമുണ്ട്. സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിൽ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ആത്മീയതയ്ക്കുള്ള പങ്കെന്താണ്? ആത്മീയതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിനുണ്ട് എന്ന് സംശയമൊന്നുമില്ല. പക്ഷേ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ, കുടുംബത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ഐക്യത്തിൽ കൂടെയാണ് അത് പ്രകടമാകുക. അതിൽ നിന്നാണല്ലോ ആ സന്തോഷം വരുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി സമന്വയത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയും പള്ളിപ്പോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിപ്പോൾ കണ്ടമാനം പള്ളി പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പല ശനിയാഴ്ച രാത്രിക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഉള്ള ദിവസങ്ങളിൽ നമ്മളെന്നും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒരു വളരെ എന്താ പറയുക, എല്ലാ ദിവസവും പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. പക്ഷേ ഇതൊന്നും ഉറച്ച ദൈവവിശ്വാസത്തിലും കുടുംബത്തിലും ഞങ്ങൾക്ക് ഉറച്ച ദൈവവിശ്വാസത്തിലും പിള്ളേരെ അത്തരത്തിലും കുറേ പഠിപ്പിക്കാൻ ഞങ്ങൾ ചെറുപ്പകാലത്ത് പറ്റിയിട്ടുണ്ട്. എൻ്റെ പ്രസൻസിൻ്റെ കുറവ് അത് നികത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ തന്നെ അവരെ അതുപോലെ ദിവസവും അവരുടെ കൂട്ടത്തിൽ നിന്ന് പഠിപ്പിക്കാനോ, നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൽ എല്ലാ ദിവസവും പോലെ ഒരു കുടുംബ പ്രാർത്ഥന അതൊന്നും എല്ലാ ദിവസവും നടത്താനായിട്ട് നമ്മുടെ ജോലിയുടെ ഇതുകൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് വാസ്തവമാണ്. അതിനായിട്ട് ശ്രമിച്ചത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ മൂലം ഉണ്ടാകുന്ന ആ കുറവ് അത് പിന്നെ തീർത്തിട്ടുണ്ട്, അത് നികത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്കറിയാം. അപ്പം അങ്ങനെ ഞങ്ങൾ ആത്മീയമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് എനിക്ക് തോന്നുന്നു അവൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണോ, അതിനപ്പുറമായിട്ട് അവൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറയുന്നതിൽ. കുട്ടികളോടൊത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ഈവനിങ്ങിൽ അദ്ദേഹം എത്താൻ വൈകിയാലും
ഞങ്ങൾ സന്ധ്യയ്ക്ക് ഞാനും മക്കളും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് ദിവസേന വൈകുന്നേരം ചെയ്യും. അച്ചാച്ചൻ എത്താൻ താമസിക്കും വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ ആ സമയം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുകയും പഠിക്കുകയും കുട്ടികളെ പഠിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ചിട്ടയിലാണ് ഞങ്ങൾ ഇതുവരെയും ജീവിച്ചുകൊണ്ടിരുന്നത്. തുടർന്നും അങ്ങനെ പോകണമെന്നാണ് ആഗ്രഹം. ഞാൻ ഒരു മന്ത്രി, പേര് ഞാൻ പറയുന്നില്ല, ഞാൻ കളക്ടറായിരുന്ന സമയത്ത് ഞങ്ങൾ വലിയൊരു പ്രതിസന്ധി കാര്യങ്ങൾ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആ മന്ത്രിയെ നമ്മൾ ദൈവവിശ്വാസിയായിട്ടല്ല അറിയപ്പെടുന്നത്. അപ്പോൾ എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രാർത്ഥന തുടങ്ങി ഉച്ചയ്ക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളും കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സാർ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അദ്ദേഹം എന്നെ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. ആളിനെ ഞാൻ വരുന്നത്, കുഞ്ഞേ, അവരുടെ പ്രാർത്ഥന കൊണ്ടല്ലേ നമ്മൾ ഈ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാനും കൂടെ കൂടുക എന്ന് പറഞ്ഞു. ഒരു മന്ത്രി, വളരെ പ്രായമുള്ള മന്ത്രി, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവരൊക്കെ അത് നമ്മളവിടെ ചെറുപ്പകാലത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ വളരെ നേരത്തെ സർവീസിൽ ജൂനിയറായിരുന്ന കാലത്ത് എല്ലാവർക്കും ഈ പറഞ്ഞ തിരക്കുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ആ പ്രാർത്ഥനാ ബലം വളരെ ഒരു നല്ലതാണ്. അതുപോലെ എനിക്കൊരു ഇതുള്ളത് വെച്ചാൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് വേണ്ടി ആ പ്രവൃത്തിനെ പരാനുഭവിക്കുന്നവർ വേണ്ടിയും അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ കൂടെ കിട്ടുന്നതാണ് നമുക്ക്. എല്ലാം നമ്മുടെ പ്രാർത്ഥന, എനിക്ക് വേണം എന്നുള്ള പ്രാർത്ഥനയ്ക്കപ്പുറം നമ്മുടെ ഈ നല്ല പ്രവൃത്തി, മറ്റുള്ളവരുടെ പ്രാർത്ഥന നമുക്ക് അനുകൂലമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബാംഗങ്ങളാകാം, നമ്മളെ പരിചയമുള്ള മറ്റുള്ള ആളുകൾ, അവരുടെ എല്ലാം കൂടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രാർത്ഥനയും നമ്മളുടെ സഹപ്രവർത്തകരെ, നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകളെ, നമ്മുടെ ബന്ധുക്കളെ, ഇവരുടെ എല്ലാം കൂടെ പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് യാതൊരു കുറവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് സമയം കിട്ടുന്നില്ലെങ്കിൽ വേറൊരാൾ നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ വിശ്വാസം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലും ഇത്തരം കണ്ടിന്യൂസ് ആയിട്ട് ജോലിയും രായും പകലും ഒക്കെ വരുന്ന സമയത്ത് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ്റെ ആത്മബലം അതാണ്. ഇത്രയും നാളത്തെ അനുഭവ പരിചയം വെച്ച് സാറിന് ഇപ്പോഴത്തെ യുവതലമുറയോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കൾക്ക് അവസരങ്ങളെല്ലാം കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ഒത്തിരി സൗകര്യങ്ങൾ അവർക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. പൊതുവേ അത് പണക്കാരുടെ ഇടയിലാണെങ്കിലും പാവങ്ങളുടെ ഇടയിലാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ജോലിക്കുള്ള അവസരങ്ങൾ അവർക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. അതേ സമയത്ത് തന്നെ ഈ നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റവും ഇൻ്റർനെറ്റിൻ്റെ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ വളരെ നല്ലതാണ്. പക്ഷേ അതിനകത്തേക്ക് കംപ്ലീറ്റ് അവരുടെ ജീവിതത്തെ സമയവും അതിനകത്ത് ചിലവഴിക്കാതെ അത് ആവശ്യത്തിന് മാത്രം ഇൻ്റർനെറ്റും ഈ നവമാധ്യമവുമായിട്ടുള്ള അവരുടെ സമയം ചിലവഴിക്കലും ലിമിറ്റ് ചെയ്തുകൊണ്ട് അവർ കുറച്ചും കൂടി കർമ്മനിരതരാകണം. അവരുടെ ഇന്ത്യ വളരെ വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഭൗതികമായിട്ട് വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് വലിയൊരു റോൾ, അവരുടെ ഒരു ഭാഗധേയം വളരെ വലുതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ. ബിൽഡിങ് ഇന്ത്യയിൽ വലിയൊരു ഇതുണ്ട് അവർ. അപ്പോൾ അതിൽ അവർ ശക്തമായി പ്രവർത്തിക്കണം. കഴിയുന്നത്ര ഇന്ത്യയിൽ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട്, രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവരെ ജോലി ക്രിയേറ്റേഴ്സായിട്ട് മാറണം, അവർ സംരംഭകരായിട്ട് മാറണം. ഇന്ത്യയിൽ അടുത്ത ഒരു 10 വർഷം കൊണ്ട് ലക്ഷോപലക്ഷം സംരംഭങ്ങൾ തുടങ്ങാൻ അത് ഉൽപ്പാദന മേഖലയിലും സേവന മേഖലയിലും ധാരാളം സംരംഭങ്ങൾ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റാണ് നടക്കുന്നത്. അതിനകത്ത് അവർക്ക് വലിയൊരു റോളുണ്ട്. അവരാണത് ചെയ്യേണ്ട ആളുകൾ. അപ്പോൾ പുതിയ തലമുറയാണത് ഏറ്റെടുക്കേണ്ടത്. അതിന് മുൻ തലമുറ അവരുടെ ജീവിച്ചിരുന്ന ആളുകളുടെ ഗൈഡൻസ് എടുത്തുകൊണ്ട് അതിന് മുന്നോട്ട് പോകണം. ഇന്ത്യയിൽ അത് കേന്ദ്രത്തിൻ്റെയും സർക്കാരുകളെല്ലാം അങ്ങനെ ഒരു രീതിയിലേക്കാണ് പ്രവർത്തനം ബാധിക്കുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ അവർക്ക് ഉണ്ട്. അത് പരിപൂർണമായിട്ട് വിനിയോഗിക്കുക. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവുക, നമ്മുടെ ഇവിടുന്ന് എപ്പോഴും ഗൾഫിൽ പോയി ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് ഒരു പരിധി വരെയൊക്കെ നല്ലതാണ്. പക്ഷേ എല്ലാവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്രയും നല്ല സുഖജീവിതമോ കാര്യങ്ങളോ ഇല്ല. അവനവൻ ജനിച്ചു വളർന്ന നാട്ടിൽ ആ സംസ്കാരത്തിൽ ജീവിച്ച് മരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ ആ ജനിച്ച നാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു വിശ്വാസമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബൈബിളിൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ദൈവശാപമാണ് എന്നാണ്. കാരണം അത് യഹൂദന്മാരുടെ ചരിത്രത്തിൽ മുഴുവൻ അവർ പ്രവാസത്തിൽ പോവുകയും കഷ്ടം അനുഭവിക്കുകയും ചെയ്തവരാണ്. അവർ അതുകൊണ്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവരൊരു വലിയൊരു ഡ്രീമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ള ഞാൻ ജനിച്ചു വളർന്ന ആ തലമുറ പോലും നോക്കിയാൽ ഒരു സമൃദ്ധമായ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ഡ്രീമായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമായി നമ്മൾ റിപ്പബ്ലിക്കായി മാറിയതിന് ശേഷം. അപ്പോൾ ആ ഡ്രീം റിയലൈസ് ചെയ്യാനുള്ള ഒരു കാലം ഇപ്പം ആയിരിക്കുകയാണ്. അപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അവർ അത് രാജ്യത്തിന് വേണ്ടി നേടിയെടുക്കുക, സ്വന്തം വളർച്ചയ്ക്കും ആയിട്ട് അത് ഉപയോഗിക്കുക എന്നുള്ളൊരു ഉപദേശമാണ് എനിക്ക് അവർക്ക് നൽകാനുള്ളത്. എൻ്റെ അച്ഛൻ്റെ ഒരുപാട് ക്വാളിറ്റീസ് ഒരു മാനേജറിൽ അത്യാവശ്യമാണ്. ഞാൻ ആദ്യമായിട്ട് മാനേജറൽ ക്വാളിറ്റീസ് കണ്ടത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനിലാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് വെച്ചാൽ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പലരും ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്, ഒരുപാട് പ്രൈസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇംബൈവ് ചെയ്യാനുള്ളത് ഫോക്കസ് ആൻഡ് ഡിറ്റർമിനേഷൻ. പിന്നെ പാഷനേറ്റ്. ആക്ച്വലി ആ പാഷൻ വിത്തൗട്ട് ഫോക്കസ് ഇസ് പർട്ടിക്കുലർലി ഒരു വലിയ ഗുണമില്ല. പക്ഷേ വെൻ യു മിക്സ് പാഷൻ ആൻഡ് ഫോക്കസ് ടുഗെദർ ഓൺലി ദെൻ യു ക്യാൻ ആക്ച്വലി സക്സീഡ്. അതെന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. അത് എനിക്ക് മാനേജറായിട്ട് ഇംബൈവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകുമെന്ന് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ്. ഇതുവരെ ഉള്ള മാനേജർ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിതും പറയാനും അങ്ങനെ പറയാനും പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇതാണ് ഇൻറ്റഗ്രിറ്റി. ഞാൻ പഴയ കമ്പനികളിലൊക്കെ ഒരുപാട് പേരെന്നോട് ചോദിക്കും, ഹൗ ആർ യു സോ ഓണസ്റ്റ് ആൻഡ് ഒരു ഇൻറ്റഗ്രിറ്റി എവിടെ നിന്നാണ് നിനക്ക് വന്നിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫാദറിൻ്റെ നിന്നാണ്. പക്ഷേ ജോബിനോടുള്ള സാറ്റിസ്ഫാക്ഷനും അത് ഇതുവരെ വന്നിട്ടില്ല. ഐ വോണ്ട് ടു ഇംബൈബ് ദാറ്റ് ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ MBA ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പം മാനേജർ ആകുമ്പം ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ഫൈനലി ഗെറ്റ് ഇറ്റ്. ഇത്രയും നേരവും തൻ്റെ കർമ്മമേഖലയിലെ അനുഭവങ്ങളും കുടുംബജീവിതത്തിലെ സാക്ഷ്യങ്ങളും നമ്മളോട് തുറന്ന് പങ്കുവെക്കുകയും നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത PH കുര്യൻ സാറിനും കുടുംബത്തിനും ജീസസ് ദ CEO ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി ജീസസ് ദ CEOയിലൂടെ നമുക്ക് വീണ്ടും കാണാം.